തൻ്റെ റിസൾട്ടെല്ലാം വായിച്ചു നോക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഫാത്തിമ, നിങ്ങളെല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെയായി. അപ്പോൾ എനിക്ക് മക്കളുണ്ടാവും അല്ലേ ഡോക്ടർ? അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഭർത്താവ് കൂടി ഓക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വരൂ, നമുക്ക് നോക്കാം. ശരി എന്നും പറഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി. ഇന്ന് വന്നത് തന്നെ വീട്ടിലറിയാതെയാണ്. ഇനി എങ്ങനെ ഇക്കയെ കൂട്ടി വരും? ഞാൻ ഇവിടെ വന്നതറിഞ്ഞാൽ ഇക്ക തന്നെ എന്നെ കൊല്ലും. എനിക്ക് കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പക്ഷേ പെണ്ണ് ഗർഭിണിയായാൽ അതാണിൻ്റെ മിടുക്ക്, അല്ലെങ്കിൽ പെണ്ണിൻ്റെ കുഴപ്പം. അതാണല്ലോ നാട്ടു നടപ്പ്. ഇനി ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാൻ ഫാത്തിമ, കുഞ്ഞു എന്ന് വിളിക്കുന്ന കുഞ്ഞുമോൻ്റെ മൂത്ത മകൾ. എനിക്കൊരു അനിയനും ഉമ്മയുമുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 വർഷമാകുമ്പോൾ ഉപ്പ മരിച്ചു. കൂലിപ്പണിക്കാരനായിരുന്നു ഉപ്പ. അതുകൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ വളർന്നത്. കാണാൻ ഇരുനിറമാണ് ഞാൻ. ക്യാഷില്ലാത്ത വീട്ടിലെ പെണ്ണാണെങ്കിൽ കാണാൻ നല്ല ചന്തം വേണം, അല്ലെങ്കിൽ എന്നെപ്പോലെ 20 വയസ്സ് വരെ വീട്ടിലിരിക്കും. അവസാനം വന്ന ആലോചനയായിരുന്നു അജുവിൻ്റെ. എന്നേക്കാൾ 15 വയസ്സ് കൂടുതൽ, ഒന്ന് കെട്ടി കുട്ടികളില്ല. അങ്ങനെ ആയതുകൊണ്ട് ക്യാഷ് കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ എൻ്റെ ജീവിതം, ഇക്കടെ വീട്ടിൽ ഉപ്പയും ഉമ്മയും, അനിയത്തി കല്യാണം കഴിഞ്ഞ് അവിടെയാണ്, അളിയൻ ഗൾഫിലും. ഇതാണ് എൻ്റെ കുടുംബം. വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ഇക്കടെ വീട്ടിൽ ആർക്കും അറിയില്ല. അമ്മായിയമ്മ എന്നും എന്നെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് വായി തുറക്കാറ്. ഇക്കയാകട്ടെ വല്ലപ്പോഴും 2-3 മിനിറ്റ് എന്തെങ്കിലും കാണിക്കുന്നതല്ലാതെ ശരിക്കും ഒന്ന് സംസാരിക്കാൻ കൂടി നിൽക്കില്ല. ആ ആളോട് ഞാൻ എങ്ങനെയാ അടുത്ത തവണ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരണമെന്ന് പറയുക? ഇതിപ്പോൾ എൻ്റെ കുഴപ്പമായിരുന്നെങ്കിൽ ആരും അറിയാതെ മരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അത് പറ്റില്ലല്ലോ. എല്ലാം എൻ്റെ വിധി. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഉമ്മ തുടങ്ങി. ആ വന്നല്ലോ തെണ്ടിത്തിരിഞ്ഞ്. ഞാനൊന്നും പറയാതെ അകത്ത് പോയി വസ്ത്രം മാറി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരി സുനിതയെ വിളിച്ചു. എല്ലാം പറയാൻ പറ്റുന്ന, എല്ലാം പറയുന്ന ആകെ ഒരു ഫ്രണ്ട്. ഒരുമിച്ചാണ് ഞങ്ങൾ പഠിച്ചത്. കല്യാണം കഴിഞ്ഞ് വന്നതും തൊട്ടടുത്ത്, ഒരു 10 മിനിറ്റ് നടക്കാൻ പോകാനുള്ള വഴി. അമ്മായിയമ്മയുടെ സ്വഭാവം കാരണം അവളിങ്ങോട്ട് വരാറേയില്ല. വല്ലപ്പോഴും ഞാൻ ആ തൊടി വരെ പോകും. എല്ലാം പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ടടി പാത്തു, എല്ലാം ശരിയാകും. സുനിത ഞാൻ സമാധാനമായി ഇരുന്നോട്ടെ എന്ന് കരുതി പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല സുനിതേ, ഒന്നും ശരിയാവില്ല. നീ ടെൻഷനാവാതെ പാത്തു. അവളുടെ കുഞ്ഞു കരഞ്ഞപ്പോൾ അവൾ ഫോൺ വെച്ചു. അങ്ങനെ കിടന്ന് ഞാൻ കുറച്ചു നേരം മയങ്ങിപ്പോയി. വൈകുന്നേരം ഇക്ക വന്നപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ വന്ന് കിടന്നു. സുനിത അവളുടെ ചേട്ടൻ വന്നപ്പോൾ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു. അത് കേട്ട് രാജൻ പറഞ്ഞു, അവളോട് ആരെങ്കിലും കൂടെ കൂട്ടാൻ പറ, അപ്പോൾ പ്രശ്നം തീരുമല്ലോ. അയ്യടാ, എൻ്റെ വായിന്നൊന്നും കേൾക്കണ്ട, ഒരു ഉപദേശം കേട്ടില്ലേ? എന്നാ വേണ്ട, നീ വന്ന് കിടക്കാൻ നോക്ക്, രാജൻ പറഞ്ഞു. പിറ്റേന്ന് സുനിതയെ വിളിച്ച് ഇന്നലെ ചേട്ടൻകാരന് കാര്യം പറഞ്ഞു. സുനിത പറഞ്ഞത് തമാശ രൂപത്തിലായിരുന്നു. എന്നാൽ ഫോൺ കട്ട് ചെയ്തിട്ടും എൻ്റെ മനസ്സിൽ അത് കിടന്നു മറിഞ്ഞു. വൈകുന്നേരം അവളെ വിളിച്ച് ഞാൻ വീണ്ടും ആ കാര്യം എടുത്തിട്ടു. നീ അതിലും നന്നല്ല പാത്തു, ചേട്ടൻ തമാശ പറഞ്ഞതാടി. അറിയാം സുനിതേ, പക്ഷേ എൻ്റെ അവസ്ഥ, എൻ്റെ ജീവിതം എല്ലാം ഇവിടെ തീരും. ഒരു കുഞ്ഞുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടാവും എന്നോട്. ഇപ്പോൾ തന്നെ എന്നെ മച്ചിയെന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ സുനിതയ്ക്കും സങ്കടമായി. നീ കരയണ്ടടി, നമുക്കെല്ലാം ശരിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ കോൾ വെച്ചു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഞാൻ ആലോചിച്ചു. പല മുഖങ്ങളും നിമിഷ നേരം കൊണ്ട് മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ എങ്ങനെ, ആരുമായി, എപ്പോൾ, എവിടെ വെച്ച് എന്നിങ്ങനെ 100 ചോദ്യങ്ങൾ മാത്രം ബാക്കിയായി. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 1 വർഷം തന്നെ നിലത്ത് നിർത്തിയിരുന്നില്ല ഇക്ക. പക്ഷേ ഇപ്പോൾ പേരിന് മാത്രം ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ 1 വട്ടം അത്രയൊക്കെയായി.
അതിലൊന്നും തനിക്ക് സങ്കടമില്ല. പക്ഷേ ഒരു കുട്ടിയെ വേണം ഇപ്പോൾ, അതാണ് മനസ്സ് നിറയെ. വൈകുന്നേരം രാജൻ വന്നപ്പോൾ സുനിത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഫാത്തിമ പറഞ്ഞത് കേട്ടപ്പോൾ അയാളൊന്ന് നെട്ടി. താനൊരു തമാശ പറഞ്ഞത് പെണ്ണ് കാര്യമായി എടുത്തത് അയാളുടെ മനസ്സിൽ തെല്ല് മംഗലാപ്പുണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ നല്ല സുന്ദരിയാണ് ഈ ഫാത്തിമ. അവളിവിടെ വരുമ്പോഴെല്ലാം താൻ അവളെ നോക്കാറുണ്ടായിരുന്നു. എടി, എന്നാ ഞാനൊന്ന് നോക്കിയാലോ? രാജൻ സുനിതയോട് ചോദിച്ചു. അയ്യടാ, അത്രയ്ക്ക് വലിയ ത്യാഗം എൻ്റെ പൊന്നു ചേട്ടൻ ചെയ്യണ്ട കേട്ടോ, അവൾ പറഞ്ഞു. ഓ ആ, വേണ്ടെങ്കിൽ വേണ്ട എന്ന് രാജനും പറഞ്ഞു. കൂർക്കം വലിച്ചുറങ്ങുന്ന ഇക്കയെ നോക്കി ഞാൻ കിടന്നു. ഒരു കുഞ്ഞു തനിക്കുണ്ടായില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ തീരും. എങ്ങനെയും എന്നെ ഒഴിവാക്കാൻ തക്കം നോക്കി നടക്കാണ് ആ തള്ള. ഞാൻ ഫോണെടുത്ത് സുനിതയുടെ നമ്പറിലേക്ക് ഒരു മിസ് കോൾ അടിച്ചു. ഈ സമയത്ത് ആരാണെന്നും പറഞ്ഞുകൊണ്ട് രാജൻ സുനിതയെ നോക്കി ഫോണെടുത്ത് നോക്കിയപ്പോൾ പാത്തു എന്ന് കണ്ട് അയാൾ പറഞ്ഞു. എന്താടി, നിന്റെ പാത്തു ഉറങ്ങാതിരിക്കുകയാണല്ലോ. സുനിത ഫോൺ വാങ്ങി തിരിച്ചു വിളിച്ചു. അവളുടെ കോള് കണ്ട ഞാൻ ഫോണുമായി ബാത്റൂമിൽ കയറി. ഹലോ, എന്താടി പാത്തു, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? നീ ഉറങ്ങിയില്ലേടി? ആ, പോവാണ്. നീ കാര്യം പറ പാത്തു, എന്താ പറ്റിയേ? ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ അടിച്ചതാ. അത് വെറുതെ, ഈ സമയത്ത് ചുമ്മാതല്ല. എടി, അത് എനിക്ക് പേടിയാവുന്നടി. പാത്തു, നീ നിനക്ക് വിശ്വാസമുള്ള ആരെങ്കിലും പിടിക്ക്, ആരും അറിയാതെ. അങ്ങനെ ഒരാൾ ആരാടി? അത് എനിക്കെങ്ങനെ അറിയാം, നീ കണ്ടുപിടിക്ക്. എടി, എനിക്കെല്ലാവരെയും പേടിയാ. ആ, എന്നാ വേണ്ട, നീ അവിടെ കിടന്നോ, തന്നെത്താനെ ആയിക്കോളൂ. ഒന്ന് പോടി, കളിയാക്കാതെ. അല്ലടി, നിൻ്റെ ചേട്ടനുണ്ടോ അവിടെ? എന്തിനാണ്? ചേട്ടനെ വേണോ? ഒന്ന് പോടി, നീ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചതാ. ഇത് കേട്ട രാജൻ അവിടെ ഇല്ലെന്ന് പറയാൻ ആംഗ്യം കാണിച്ചു. ഏയ് ഇല്ലടി, വന്നിട്ടില്ല. എന്നാൽ ശരിയടി, ഞാൻ നാളെ വിളിക്കാം. ആ, ഓക്കേടി. അതും പറഞ്ഞ് ഞാൻ കോൾ വെച്ചു. വീട്ടിൽ പണിക്ക് വരുന്ന തമിഴൻ മുതൽ എൻ്റെ സ്വന്തം ഉപ്പ വരെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പുറത്തുനിന്നുള്ള ആളാവുമ്പോൾ അത് പ്രശ്നമാകും, വീട്ടിൽ നിന്നുള്ള ഒരാളാവുമ്പോൾ അതാണ് സേഫ്. നോക്കണം, ആരായാലും മതി. അങ്ങനെ ഓരോന്നാലോചിച്ച് ഞാൻ കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് കാലത്ത് പുറത്തു പോകാൻ നേരം രാജൻ സുനിതയുടെ ഫോണിൽ നിന്നും ഫാത്തിമയുടെ നമ്പർ എടുത്തു. കിട്ടുവാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ തന്നെ അവൾ പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജൻ ആ നമ്പർ സേവ് ചെയ്തു. തള്ള കാലത്ത് എഴുന്നേക്കാൻ 9 മണിയെങ്കിലാകും. ഇക്ക കാലത്ത് തന്നെ പോകും, ഉപ്പ മാത്രമേ പുറത്തുണ്ടാകൂ എന്നും ഓർത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ ചായം എടുത്തുകൊണ്ട് ഉപ്പയുടെ അടുത്തേക്ക് നടന്നു. മകളുടെ വരവ് കണ്ട റസാക്ക് അവളെ അടിമുടി ഒന്ന് നോക്കി. ചായ കൊടുത്ത് ഞാനൊന്ന് ചിരിച്ച് പതിവ് പോലെ തിരിഞ്ഞു നടന്നു. ഞാൻ നടക്കുമ്പോൾ ഉപ്പ എന്നെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് പേടിയായിരുന്നു തിരിഞ്ഞു നോക്കാൻ. ഞാൻ വേഗം തന്നെ അകത്തേക്ക് പോയി. പല പല ചോദ്യങ്ങളും അയാളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നെങ്കിലും അയാൾ അവളെ അടിമുടി നോക്കി എന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. ഉപ്പ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ ഞാൻ എൻ്റെ പണികളിൽ മുഴങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഉപ്പ തന്നെ നോക്കുന്നതും അവൾ തിരിച്ചറിഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ വരുതിയിൽ ഉപ്പ വന്നപ്പോൾ എനിക്ക് കുറച്ച് അഹങ്കാരം തോന്നാതിരുന്നില്ല. അങ്ങനെ ഉച്ചയ്ക്കുള്ള പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറി. കടയിൽ തിരക്ക് കുറഞ്ഞപ്പോൾ രാജൻ തൻ്റെ ഫോണെടുത്ത് ഫാത്തിമയുടെ നമ്പറിൽ ഒരു മിസ് അടിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി അടിച്ചു. പിന്നെ വിളിക്കാൻ ഒരു പേടി. ഇനി തൻ്റെ നമ്പർ എങ്ങാനും അവളുടെ കയ്യിലുണ്ടെങ്കിലോ എന്നൊരു പേടി. കുളിയും വൃത്തിയായാലും കഴിഞ്ഞ് ഞാൻ ഫോണെടുത്ത് നോക്കുമ്പോൾ 2 മിസ് കോൾ കിടക്കുന്നു. തുറന്ന് നോക്കുമ്പോൾ സുനിത രാജൻ എന്ന് കാണിക്കുന്നു. ഇത് സുനിതയുടെ ഏട്ടൻ്റെ നമ്പറല്ലേ? ഇനി അവളുടെ ഫോണിൽ ക്യാഷ് ഇല്ലാതെ ആകുമെന്ന് കരുതി ഞാൻ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. 2 വട്ടം ഫുൾ റിങ് ചെയ്തിട്ടാണ് സുനിത ഫോൺ എടുത്തത്. ഹലോ. ഓഫ്, എന്താടി പാത്തു, നിനക്കവിടെ പണിയൊന്നുമില്ലേ? കഴിഞ്ഞടി, കുളിക്കാൻ കയറി, അതാ ഫോൺ എടുക്കാനത്. ആരുടെ? നിൻ്റെ ഫോൺ? എൻ്റെയോ?
ഒന്ന് പോടി അവിടുന്ന്. ഇവിടെ നിൽക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എന്നിട്ടല്ലേ? ഏ, അപ്പോൾ നീയല്ലേ വിളിച്ചത്? ചേട്ടൻ വിളിച്ചിട്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല, പണി കാരണം. എടി പാത്തു, ഞാൻ നിന്നെ വിളിക്കാട്ടോ എന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്തിനായിരിക്കും രാജേട്ടൻ എന്നെ വിളിച്ചത്? ഇതുവരെ ഇല്ലാത്ത ഒരു വിളി ഇപ്പോൾ. ഇനി വല്ല അത്യാവശ്യ കാര്യത്തിനുമാകുമോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിറങ്ങുന്ന ഒരു പെണ്ണിനെ കണ്ട് രാജന് പാത്തുവിനെ ഓർമ്മ വന്നു. ഒന്നുകൂടി വിളിച്ചാലോ എന്ന് അയാൾക്ക് തോന്നി. രണ്ടും കൽപ്പിച്ചുകൊണ്ട് രാജൻ തൻ്റെ ഫോണെടുത്ത് ഫാത്തിമയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ കയ്യിൽ പിടിച്ചിരുന്ന ഞാൻ രാജൻ്റെ കോൾ കണ്ടതും വീണ്ടും സംശയത്തോടെ നോക്കിയിരുന്നു. എന്തിനാണെന്ന് അറിയാലോ എന്നും വിചാരിച്ച് ഞാൻ ഫോണെടുത്തു. ഹലോ. രാജൻ പാത്തുവിൻ്റെ ശബ്ദം കേട്ടതും ഒന്ന് പതറി പുറത്ത് കാണിക്കാതെ അയാൾ ചോദിച്ചു. ഹലോ, ഇതാരാണെന്നൊന്ന് പറയാമോ? എൻ്റെ ഫോണിൽ നമ്പർ സേവാണ്, പക്ഷേ ആളുടെ പേരില്ല. ഇത് രാജേട്ടനല്ലേ? ആ അതെ, ഇതാരാ? ഞാൻ ഫാത്തിമയാണ്, സുനിതയുടെ ഫ്രണ്ട്. ആ, പാത്തു ആണ് ഇത്. ഞാൻ നമ്പർ മാത്രം കണ്ടപ്പോൾ ആരാണെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കുശലം പറച്ചിലായി വീട്ടിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അവസാനം ഫോൺ വെക്കാൻ നേരം രാജൻ ചോദിച്ചു, ഇനി നിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തോളാം, ഇടയ്ക്ക് വിളിക്കാമല്ലോ. ആ ശരി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ പാത്തു, ഇപ്പോൾ കടയിൽ കുറച്ച് തിരക്കിലാണ്. ആ ശരി. ഞാൻ വിളിച്ചോട്ടെ? അത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുക. ആ, അത് കഴിഞ്ഞ് വിളിക്കാം. അപ്പോൾ ശരി എന്നും പറഞ്ഞുകൊണ്ട് രാജൻ ഫോൺ കട്ട് ചെയ്തു. എന്തായാലും കിട്ടുമെന്ന് രാജന് മനസ്സിലായി. സന്തോഷം കൊണ്ട് അയാൾക്കിരിക്കാൻ വയ്യാതെയായി. ഇതുവരെ തൻ്റെ അടുത്ത് ഇങ്ങനെ രാജേട്ടൻ പെരുമാറിയിട്ടില്ല. ഇതെന്തായിപ്പോൾ ഇങ്ങനെ? കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് വിശേഷങ്ങൾ തിരക്കും എന്നല്ലാതെ ഇത് ഇനി വേണ്ടാത്ത വല്ല ഉദ്ദേശവുമാകുമോ? അതുമല്ല, ഇന്നലെ സുനിതയുമായി സംസാരിച്ചത് രാജേട്ടൻ അറിഞ്ഞു കാണുമോ? അതും പറഞ്ഞ് തന്നെ കളിയാക്കാനാണോ പരിപാടി? 1000 ചോദ്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി. എങ്കിലും 36കാരനായ രാജനായിരുന്നു എൻ്റെ മനസ്സിലപ്പോൾ. നോക്കട്ടെ എന്താണ് ഉദ്ദേശമെന്ന് പറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. ചോറ് വിളമ്പുന്ന സമയത്ത് ഉപ്പ തന്നെ നോക്കുന്നത് കണ്ട് ഞാനൊന്ന് ചിരിച്ചു. ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് സുനിതയെ വിളിച്ച് സംസാരിച്ചു. എന്തായി, വല്ലതും ശരിയായോ എന്ന് സുനിത ചോദിച്ചു. എന്ത് ശരിയാവാനാ, അതൊക്കെ മണ്ടൻ കഥ പോലെ ഉണ്ട് ഓർക്കുമ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജൻ്റെ കോൾ വെയിറ്റിങ്ങിൽ കണ്ടു. ഞാൻ സുനിതയോട് ഇക്ക വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് വേഗം കോൾ എടുത്തു. ഹലോ, ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു. അധികം ആവണ്ട കേട്ടോ. എന്ത് ഭക്ഷണേ? ഏയ്, ഞാൻ കുറച്ചേ കഴിക്കൂ. അത് പാത്തുവിനെ കണ്ടാലും പറയും. ഓ, വാരിയതാണല്ലേ? ഏയ് അല്ല, ഇപ്പോൾ തന്നെ എല്ലാം കറക്റ്റാ. എന്ത് എല്ലാം? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് നന്നായി മനസ്സിലായി. പിന്നെയും ഒരുപാട് നേരം രാജേട്ടൻ സംസാരിച്ചു, പലതും ചോദിച്ചു. ഒരു മയക്കത്തിലെന്ന പോലെ ഞാൻ മറുപടി പറഞ്ഞു. ഇനി എപ്പോഴാണ് ഞാൻ വിളിക്കേണ്ടത് പാത്തു? രാജേട്ടൻ ചോദിച്ചു. അത് ഞാനൊന്ന് വിക്കി. പറ, എപ്പോഴാണ് നിന്നെ കിട്ടുക? അത് ഇക്കയില്ലാത്തപ്പോൾ. രണ്ടുപേരും പറഞ്ഞത് ഫോൺ വിളിച്ചാലെന്നായിരുന്നു. പക്ഷേ മനസ്സിൽ മുഴുവൻ മറ്റേതായിരുന്നു. അത് കേട്ടതും രണ്ടും കൽപ്പിച്ച് രാജൻ ചോദിച്ചു. പാത്തു, ആരും അറിയാതെ നല്ലൊരു ചാൻസ് കിട്ടിയാൽ തരുമോ? തുറന്നു ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതെയായി. എന്നാലും അറിയാത്ത മട്ടിൽ ഞാൻ ചോദിച്ചു. എന്ത്? അത് നിന്നെ. അയ്യോ, അതൊന്നും വേണ്ട. പ്ലീസ് പാത്തു, പ്ലീസ്. അത് സുനിത. ഏയ് ഇല്ല, അവൾ അറിയില്ല. അപ്പോൾ ഉറപ്പാണോ? 1 മണിക്കൂർ 25 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. ഇത്രയും നേരം കൊണ്ടും എല്ലാം ശരിയായി. ഞാനങ്ങനെ കാത്തിരുന്നു രാജേട്ടനെ വിളിക്കായി. ഏത് പാതിരാത്രിയായാലും രാജേട്ടൻ്റെ ഒപ്പം കൂടാൻ ഒരു ചാൻസിനായി രാജേട്ടൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കഥയിൽ
ഇനി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ കഥ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.